ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉടുപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് കൈയും കൂടി വെട്ടിയെടുക്കും. കൈയൊന്നും അതുകൊണ്ട് സെപ്പറേറ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്കക്കാർക്ക് തയ്ക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ആദ്യം തന്നെ തുണി രണ്ടാക്കി മടക്കാം. എന്നിട്ട് അതിൻ്റെ മൂല വെച്ചിട്ട് മടക്കിയെടുക്കുക. വലിയ തുണി ആയതുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡെമോ പോലെ കാണിച്ചിരിക്കുന്നതാണത്. തുണി നീളത്തിൽ വിരിക്കുക, എന്നിട്ട് അത് രണ്ടാക്കി മടക്കുക. എന്നിട്ടത് കോണി രൂപത്തിൽ മൂല വെച്ചിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ തുണിയുടെ രണ്ട് സൈഡ് ഓപ്പണും രണ്ട് സൈഡ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. 9 ഇഞ്ചിൽ കിട്ടുന്ന അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ മേളിൽ നിന്ന് 9 ഇഞ്ച് വരെയുള്ളതിൻ്റെ നീളം നോക്കിയെടുക്കുക. എന്നിട്ട് അതേ അളവ് തന്നെ ചുറ്റും ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കർവ് പോലെ കിട്ടും. എന്നിട്ടത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഇറക്കം വന്നിട്ട് 25 ഇഞ്ച് ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും. അപ്പോൾ മേൾ ഭാഗത്തു നിന്നും മൊത്തത്തിൽ എത്ര കിട്ടുമെന്ന് നോക്കുക. എന്നിട്ട് അതിന് ചുറ്റും വരച്ചെടുക്കുക. എന്നിട്ട് മേളിലെയും താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ രണ്ട് എഡ്ജും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ടത് തുറന്നിട്ട് ആ കട്ട് ചെയ്ത ആ സെൻറ്റർ പോയിൻറ്റിൻ്റെ ഭാഗം വെച്ചിട്ട് മടക്കിയെടുക്കുക. വിട്ട ഭാഗം നടുക്കുണ്ടാവും. ബാക്കി എല്ലാ സൈഡും ജോയിൻ്റ് ആയിരിക്കും. എന്നിട്ട് തുണീനെ ഒന്ന് രണ്ടാക്കി മടക്കി വെക്കാം. അപ്പം ഓപ്പണിംഗ് ഭാഗം വരുന്നത് നടുക്കായിരിക്കും. എന്നിട്ട് ആ ഭാഗത്ത് നിന്ന് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇറക്കം വന്നിട്ട് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി വരുന്ന ആ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. കൈയുടെ വീതി വന്നിട്ട് ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ചിൽ നിന്ന് 5 ഇഞ്ചിലോട്ട് അങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അറ്റം വരെ ഒരു സ്കെയിൽ വെച്ചിട്ട് താഴത്തോട്ട് ഇറങ്ങുന്തോറും അതിൻ്റെ വീതി കുറഞ്ഞു വരുന്നതായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. കൈയുടെ ഇറക്കം വന്നിട്ട് ഞാനൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക. കൈ വേണമെങ്കിൽ മുക്കാൽ ഭാഗത്തോളം വെക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് വരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കൈയുടെ അവിടെയും വെട്ടിയെടുക്കുക. താഴെ വരെയും മൊത്തത്തിൽ വെട്ടിയെടുക്കുക. അപ്പോൾ തുറന്ന് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കൈയുടെ അവിടെ നിന്ന് തുടങ്ങി താഴത്തേക്ക് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡും കൈയുടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുണി തയ്ക്കാൻ നേരത്ത് നല്ല വശം കൂടി കൂടിയിട്ട് പുറകുവശത്ത് തയ്ച്ചെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം കൈയുടെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കൈക്കുഴിയുടെ അവിടെ എത്താൻ നേരത്ത് സൂചി മാത്രം താത്തിയിട്ട് ഫൂട്ടർ പൊക്കിയിട്ട് തിരിച്ചെടുക്കണം. എന്നിട്ട് അടിയിലായിട്ട് മൊത്തത്തിൽ തയ്ച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ലോണം സെക്യൂർ ആയിട്ടിരിക്കും. അങ്ങനെ രണ്ട് വശത്തും തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. എല്ലാ സൈഡും അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. അവിടെ നമുക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്തെടുക്കാം.
വേസ്റ്റിൻ്റെ അവിടെ എലാസ്റ്റിക്കിൻ്റെ നീളം വന്നിട്ട് 21 ഇഞ്ചിലെടുക്കുക. അതുപോലെ കഴുത്തിൻ്റെ അവിടെ എലാസ്റ്റിക് വന്നിട്ട് 18 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത വേസ്റ്റിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക് തയ്ച്ചു കൊടുക്കുക. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നല്ലോണം വലിച്ചു പിടിച്ചിട്ട് വേണം എലാസ്റ്റിക് തയ്ച്ചെടുക്കാൻ. എന്നിട്ട് കഴുത്തിൻ്റെ അവിടെ തുടങ്ങി താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ മുക്കാൽ ഭാഗത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പാൻറ്റിൻ്റെ കൂടെ ചുരിദാർ പോലെ നമുക്ക് ഇടാവുന്നതാണ്. ഞാനിവിടെ ഉടുപ്പ് പോലെയാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ തയ്ച്ചെടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അവിടെ വെക്കാനായിട്ട് ഒരു 3 ഇഞ്ചിൽ വേറൊരു കളറിലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളം വന്നിട്ട് കഴുത്തിൻ്റെ അവിടെ ചുറ്റും വെക്കണം. അപ്പോൾ പീസ് ജോയിൻ ചെയ്തെടുക്കാം. പീസ് ജോയിൻ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുന്നത്. കഴുത്തിൻ്റെ ഒക്കെ അവിടെ ക്രോസ് പീസാണ് വെക്കേണ്ടത്. വേറെ കളറിലെ തുണി വെക്കണില്ലെങ്കിൽ തയ്ച്ച തുണിയിൽ തന്നെ നമുക്ക് ചുമ്മാ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു തുണി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസ് തയ്ക്കുമ്പോൾ അറ്റത്തൊന്ന് ഉള്ളിലോട്ട് 2 മടക്ക് മടക്കിയിട്ട് മൊത്തത്തിൽ തയ്ച്ചെടുക്കാം. തുണിയിൽ തയ്ക്കാൻ നേരത്ത് മെയിൻ തുണിയുടെ നല്ല ഭാഗവും വെള്ള തുണിയുടെ പുറകു ഭാഗവും കൂടി കൂട്ടി വെച്ചിട്ട് വെള്ള തുണിയുടെ നല്ല ഭാഗത്ത് തയ്ച്ചെടുക്കാം. എലാസ്റ്റിക് അടക്കാനുള്ള വീതിയിൽ തുണി മടക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ക്കാൻ നേരത്ത് എലാസ്റ്റിക് കയറ്റാനുള്ള 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടണം തയ്ച്ചെടുക്കാൻ. എന്നിട്ടൊരു പിൻ വെച്ചിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയെടുക്കുക. എന്നിട്ട് രണ്ടറ്റവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് ഉള്ളിൽ കയറ്റിയിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക് തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് എലാസ്റ്റിക് എല്ലായിടത്തും ഒരേപോലെ തന്നെ കൈ വെച്ചാക്കി കൊടുക്കുക. അപ്പോൾ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ അവിടെ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് അവിടെ ഞാനൊരു
1.25 ഇഞ്ചിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ആദ്യം തന്നെ കൈയുടെ നല്ല ഭാഗത്ത് ഈ വെള്ള തുണി വെക്കാം. എന്നിട്ടൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം വെള്ള തുണിയിൽ തയ്ച്ചു തുടങ്ങാൻ. കൈയുടെ ചുറ്റും തയ്ച്ചെടുത്തതിന് ശേഷം അറ്റത്താറാവുമ്പോൾ മൊത്തത്തിൽ തയ്ക്കണേക്ക് മുമ്പ് നമുക്ക് ആ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് വേണം കൈ മൊത്തത്തിലായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ. എന്നിട്ട് തുണിയുടെ എഡ്ജിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെയിൻ തുണിയുടെ അറ്റമെല്ലാം ഉള്ളിൽ പോകുന്ന വിധത്തിൽ മടക്കി വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മറ്റേ കൈയുടെയും ചെയ്തെടുക്കാം. നമുക്ക് അടിയിലും ഇതേപോലെ വൈറ്റ് കളറിലെ തുണി മൊത്തത്തിൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീതി വന്നിട്ട് 4.5 ഇഞ്ചിൽ നീളം വന്നിട്ട് അത് ചുറ്റും തയ്ച്ചെടുക്കുക. അതിനും ഞാൻ സ്ട്രെയിറ്റ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ജോയിൻ ചെയ്യുമ്പോൾ മെയിൻ തുണിയുടെ നല്ല ഭാഗത്ത് വെള്ള തുണി ഒന്ന് മടക്കിയിട്ട് മൊത്തത്തിലായിട്ട് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴത്ത് റോൾഡ് ഹെം നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് റോൾഡ് ഹെമ്മിൻ്റെ ഫൂട്ടിലിട്ടിട്ട് 6 ആക്സിൻ്റെ സ്റ്റിച്ച് ഇടാം. എന്നിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 1-ലിടാം. എന്നിട്ട് ആദ്യം ഒന്ന് തുണി മടക്കി വെക്കാം. എന്നിട്ട് ആ റോൾഡ് ഹെമ്മിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പുറകുഭാഗത്തുനിന്നും വലിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ തയ്ച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.